അഭി വൈകിയാണ് എഴുന്നേൽക്കുന്നത്. അമ്മയുടെ ശബ്ദം അവന്റെ ചെവിയിൽ ഒരു ഇടിമുഴക്കം പോലെ അനുഭവപ്പെട്ടു. എടാ ചെറുക്ക, ഒന്ന് എനിക്ക് ഇത് നമ്മുടെ പഴയ വീട്ടിൽ പുതിയ താമസക്കാർ വന്നു. വീടിന്റെ കിഴക്ക് ഭാഗത്തു നിന്നും പരിചയമില്ലാത്ത കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ജനലിന്റെ കട്ടൻ മെല്ലെ അകത്തി അവൻ പുറത്തേക്ക് നോക്കി. അവന്റെ പഴയ വീട്ടിൽ പുതിയ താമസക്കാർ വാടകയ്ക്ക് വന്നിരിക്കുന്നു. അമ്മ പറഞ്ഞിരുന്നു പുതിയ താമസക്കാർ വരുന്ന കാര്യം. പക്ഷേ ഇന്നാണ് ആ ദിവസം എന്ന് അവൻ മറന്നിരുന്നു. എടാ അഭി, അവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കാൻ പോയി സഹായിക്കേ. എനിക്കൊന്നും വയ്യ. എടാ, നമ്മുടെ പഴയ വീട്ടിൽ ആദ്യമായി വരുന്ന താമസക്കാരാണ്. അവർക്ക് വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. മടി പറയാതെ പാടാ. ഹോ, ഞാൻ വന്നോളാം, അമ്മ പൊക്കോ. അമ്മയുടെ നിർബന്ധത്തിന് മുമ്പിൽ അവന്റെ ഉറക്കം അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു കോളേജ് അടച്ചിട്ട്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ മുതൽ ഉറക്കം അവന് വളരെ പ്രിയപ്പെട്ടതായി. മനസ്സിനെ ഉലച്ച അവന്റെ നഷ്ടപ്രണയം മറക്കാൻ ഉറക്കത്തെ അവൻ കൂട്ടുപിടിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ലായിരുന്നു. ഞാൻ അഭി, 23 വയസ്സ്, എം.കോം ലാസ്റ്റ് എക്സാം. ഞാൻ അഭി, 23 വയസ്സ്, എം.കോം ലാസ്റ്റ് സെം എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതും കാത്തിരിക്കുകയാണ്. അമ്മ ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്യുന്നു. അച്ഛൻ എക്സ് മിലിറ്ററിക്കാരനാണ്. ഇപ്പോൾ കൂട്ടുകാരെ കൂടെക്കാരനാണെങ്കിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് ഇഞ്ചക്ഷൻ നടത്തുകയാണ്. എൻ്റെ ചേട്ടൻ എന്നെക്കാൾ 3 വയസ്സിന് മൂത്തതാണ്. ബാംഗ്ലൂരിലെ ഒരു MNC-യിൽ വർക്ക് ചെയ്തു വരുന്നു. കുടുംബത്തിലെ ആദ്യ വിപ്ലവം നടത്തിയത് അവനല്ലെങ്കിലും അപ്രതീക്ഷിതമായി ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന മഹാനായ മൂത്തപുത്രൻ. ചേട്ടൻ പഠിച്ചതെല്ലാം ബാംഗ്ലൂരിൽ അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ്. വീട്ടിൽ പഠിക്കുമ്പോൾ അവൻ്റെ ലൈനുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. സ്വാഭാവികമായി ഞാൻ അതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ കഥ മാറിയത് അല്പം വൈകിയാണ്. കൃത്യമായി പറയുന്നത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം ചേട്ടൻ അവളെയും കൂട്ടി വീട്ടിൽ വന്നത്. വെളിച്ചിറക്കി കൊണ്ടുവന്നാണ് അറിഞ്ഞപ്പോൾ അച്ഛൻ അവനെ പൊതിരെ തല്ലി. പക്ഷേ എന്ത് കാര്യം നിറവേറുമായി വന്നു നിൽക്കുന്ന പെൺകുട്ടി അവനെ മടക്കി അയക്കും. ചേട്ടൻ വല്ലാതെ തളർന്നുപോയ കാര്യം അപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ചേച്ചി ഒരു നായർ പെൺകുട്ടി ചേട്ടൻ്റെ ജൂനിയറായി പഠിച്ചതാണ്. ബിടെക് പ്രണയം എംടെക് അയാളൊരു വിട്ടു എന്ന് പറയാം. എന്തായാലും അച്ഛനും അമ്മയ്ക്ക് അവരുടെ കല്യാണത്തെക്കുറിച്ച് അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം നസ്രിയാനായിരുന്ന രജി പ്രേമിച്ചതും പ്രിയമ്പളെന്ന ഒരു ഹൈന്ദവ പുഷ്പത്തെ ആയിരുന്നല്ലോ. ചേട്ടൻ അമ്മയുടെ വയറ്റിൽ ഉണ്ടായപ്പോൾ ആ പെണ്ണെ താമസിച്ചതുമായി മാറുകയായിരുന്നു. അച്ഛൻ്റെ അല്ലേ മോൻ, അത്ര കുട്ടികൾ കുമ്പളം മുളക്കില്ലല്ലോ. അങ്ങനെ ചേച്ചിയുടെ വീട്ടുകാർക്ക് വേറെ വഴിയില്ലാതായി. ഒടുവിൽ അവർ സമ്മതിച്ചു. അങ്ങനെയാണ് അവരുടെ കല്യാണം കഴിഞ്ഞത്. ചേട്ടൻ ജോലിക്ക് കയറുന്നത് വരെ അച്ഛൻ തന്നെ വേണ്ടി വന്നു അവരുടെ കാര്യങ്ങൾ നോക്കാൻ. മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗത്തിൽ വന്നു, ഞങ്ങളുടെ കുപ്പിക്കുട്ടി. പഠിത്തം കഴിഞ്ഞ് 2-3 വർഷമായിട്ടും ചേച്ചി ഇതുവരെ ജോലിക്ക് ശ്രമിച്ചിട്ടില്ല. മോളെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കായി. ഇപ്പോൾ ചേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ചേച്ചി ഒരു അപ്സരസ് തന്നെയാണ്. 26 പ്രായം, നല്ല വെളുത്തിട്ട് 2 വർഷത്തെ പോലത്തെ കണ്ണുകളും മുറികളും ചുറ്റുകളും ഒക്കെയാണ്. കുടുംബിനെ എന്ന നിലയിൽ ചേച്ചി പൂർണ്ണമായി എല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേച്ചി വലിയ ഇഷ്ടവുമാണ്. കോഴ്സ് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമായി ചേച്ചി വീട്ടിലേക്ക് വന്നു. അതുവരെ ബാംഗ്ലൂരിൽ ചേച്ചിയുടെ വീട്ടിലായിരുന്നു നിന്നത്. ചേട്ടൻ ജോലിയുമായി ഇപ്പോഴും ബാംഗ്ലൂരിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണും. ഒരു 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇരുനിറമുള്ള ഒരു സ്ത്രീ, സാരിയാണ് വേഷം. എന്നെ കണ്ടപ്പോൾ അവർ എനിക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഞാൻ തിരിച്ചു. അതുകൂട്ട ഇതിൻ്റെ അവധി ചേച്ചിയിലെ ടീച്ചർ അമ്മ പരിചയപ്പെടുത്തി. ഞാൻ വീണ്ടും അവർ നോക്കി. ഇപ്രാവശ്യം എൻ്റെ നോട്ടം വളരെ മനസ്സിലായിരുന്നു. അങ്ങനെ എൻ്റെ നോട്ടം അവർ കണ്ടു. അവർക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയെന്ന് എനിക്ക് അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. ഭാഗ്യം അമ്മ കാണാതെ ഞാൻ ആ സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ തുടങ്ങി. ഓട്ടോ ഡ്രൈവർ കൂടെ സഹായിച്ചതുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ഞാൻ വേറെ 2 പേരെ കൂടെ മുറ്റത്ത് കണ്ടത്. ഒരു പെൺകുട്ടിയും മുത്തശ്ശിയും. പെൺകുട്ടി എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. മുഖം കുറഞ്ഞ് പൊക്കത്തിലുള്ള കടിയും ചിത്രക്കറിയും അതിൽ താഴെ ചെറു പൊട്ടുന്നുണ്ട്. ഒരു കുഞ്ഞ് എവിടെ നഷ്ടപ്പെട്ടു പോയ ആരെയും തിരിച്ചു കിട്ടിയ പോലെ സിനിമ നടി മാളവിക മനോജിന്റെ ഒരു മൂർച്ചയായ ഒടുവിൽ അവിടെ തന്നെ കണ്ണു മാറ്റി. ഹലോ, ഹായ്, എന്താ പേര്? ആരണ്യ. ചേട്ടൻ്റെയോ? ഞാൻ അഭിനന്ദ്. തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു. രവി ടീച്ചറുടെ ഒരേ ഒരു മകൻ ആരണ്യ. അവളെ കണ്ടപ്പോൾ ഞങ്ങൾക്കറിയാം +2 കഴിയുന്ന ഒരു കുട്ടിയാവുന്നതാണ്. പക്ഷേ കക്ഷി എന്നെ പോലെ തന്നെ M.Com കഴിഞ്ഞ് റിസൾട്ട് നോക്കിയിരിക്കുകയാണ്. ആരും എന്നാണ് അവളെ രവി ടീച്ചർ വിളിക്കുന്നത്. അച്ഛൻ അവരെ വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചതാണ്. അവളെ കൊടുത്ത ടീച്ചർമാരെ കല്യാണം പോലും കഴിച്ചില്ല. ടൗണിലെ UP സ്കൂളിൽ ട്രാൻസ്ഫർ ആയി വന്ന ടീച്ചർ കൂടെയുള്ള മുത്തശ്ശി അവരുടെ അമ്മയാണ്. കുറച്ചു നേരം സംസാരത്തിന് ശേഷം അഭിയും അമ്മയും വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. ടീച്ചറോട് ചായ കുടിച്ച് പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അധികം സന്തോഷമായി. അരണ്യോട് കുറച്ചു നേരം കൂടി സംസാരിക്കാൻ അവൻ ഉള്ളിൽ സുഖം തോന്നി. അവളുടെ മുറിയിൽ സാധനങ്ങളെടുത്ത് അടുക്കി വെക്കാൻ അവൻ അവളെ സഹായിച്ചു. വളരെ പെട്ടെന്നാണ് അവരുടെ ഒരു സൗഹൃദം വളർന്നു വന്നത്. അവൾക്ക് ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത കുറച്ച് പഴയ ബുക്കുകൾ പുറത്തിൽ വയ്ക്കാനുണ്ടായിരുന്നു. അഭിയോ പുസ്തകങ്ങളെടുത്ത് മുറിയിൽ വയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതിൻ്റെ പുസ്തകം ആരണ്യക്ക് ആ പുസ്തകം അവൻ്റെ കയ്യിൽ കണ്ട ആരണ്യക്ക് ആ പുസ്തകം അവൻ്റെ കയ്യിൽ കണ്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം തിരിച്ചു വാങ്ങാൻ നോക്കി. പക്ഷേ അത് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പൊ ആ പുസ്തകം അതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, തരാനല്ലേ പറഞ്ഞത്. പിന്നീട് അവർ നടന്നൊരു പിടിപിടിയാണ്. 2 പേരുടെയും മുഖമെല്ലാം ചുവന്ന് കൊടുത്തിരുന്നു. അബി അവനെ ഒരു കൈ കൊണ്ട് വലിയ എടുത്ത് പിടിച്ചു. അബി, എന്നെ വിടാനല്ലേ പറഞ്ഞേ? നിന്നെ വിടത്തില്ല മോളെ, ദേഷ്യം വരണ്ടോ നിനക്ക്? ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് എന്താ വെച്ചിരിക്കുന്നത്? നിർത്തറ പ്ലീസ്, എനിക്ക് വേദനിക്കുന്നു. എല്ലാവരും അടുക്കളയിലായതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പിടിയുടെ ശബ്ദം കേൾക്കാതെ. പഴയ വീട് വിശാലമാണ്. അതിൻ്റെ ഇടതുവശത്ത് ബഹളായിട്ടാണ് അടുക്കള. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ശബ്ദം അവിടെ അങ്ങനെ കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളുമായി കുറേ കുസ്തി പിടിച്ചു. പിന്നീട് നടന്നത് സ്വാഭാവികം മാത്രമായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് കുതിരമാറി അവൾ എൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. ഒന്നും മനസ്സിലാത്ത പോലെ എന്തോ പറഞ്ഞ് ഞാൻ നിന്നുപോയി. എന്നെ ഇവിടെ ഞാൻ പറഞ്ഞതല്ലേ, പെട്ടെന്നുള്ള വിഷയത്തിൽ സോറി. ഞാനൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. അവളിൽ തന്നെ ഇതിൽ തെറ്റില്ല, കുറച്ച് കൂടിപ്പോയി. ഞാൻ അവൾ ചെയ്തത് കുറേ കാര്യങ്ങളായി. എന്നിലെ ആ കുട്ടിത്വം ഇപ്പോഴാണ് തിരിച്ചു വന്നത്. പിന്നെ ഞാൻ അങ്ങനെ അവളുടെ അടുത്തേക്ക് അധികം പോയില്ല. അവൾ എന്നെ കാണുമ്പോൾ മിണ്ടാനൊക്കെ ശ്രമിക്കുമെങ്കിലും എനിക്ക് എന്തോ അങ്ങോട്ട് ഒന്നും ചെല്ലാൻ തോന്നിയില്ല. എന്തോ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ തിങ്ങി നിന്നു. അങ്ങനെ ഒരു ദിവസം അവളുടെ അമ്മ, ടീച്ചർ ആൻറ്റി എന്നാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്, ടീച്ചർ ആൻറ്റി എന്നെ വിളിപ്പിച്ചു. അവർക്ക് ദൂരെ ഒരു സ്ഥലത്ത് ഒരു ക്ലാസ്സിനായി പോകേണ്ടതുണ്ടത്രേ. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാനൊരു മടി. അതിനെന്താ ടീച്ചർ ആൻറ്റി, ഞാനും കൂടി വരാമല്ലോ എന്ന് ഞാനും സമ്മതിച്ചു. അങ്ങനെ ഞാനും ടീച്ചറിനും കൂടി യാത്ര തിരിച്ചു. ബസ്സിൽ കുറേ ദൂരം യാത്ര ചെയ്തതിനു ശേഷമാണ് അവിടെ എത്തിയത്. ഒരു കുഗ്രാമം പോലെയുള്ള ഒരു സ്ഥലം.
അവിടെയാണ് ടീച്ചറുടെ ക്ലാസ്. ഞങ്ങൾ നേരെ ക്ലാസ്സിൽ അവരുടെ സ്ഥലത്തേക്ക് നടന്നു. പക്ഷേ താമസിക്കാൻ ഒരു ഇടം, 2 ദിവസത്തെ ക്ലാസ്സായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ താമസിക്കാൻ ഒരിടം അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കുറേ സ്ഥലത്ത് ചെന്ന് നോക്കി. ഒടുവിൽ ഇതിൻ്റെ സംഘാടകർ തന്നെ ഒരു സ്ഥലം ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നു. അതൊരു ചെറിയ കുടിൽ പോലുള്ള ഒരു വീട്. അതൊരു ചെറിയ കുടിലാണെങ്കിലും അതിന് ചുറ്റുമുള്ള പരിസരം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തിൽ ഒറ്റപ്പെട്ട വീട്, ചുറ്റും പച്ചപ്പ് നിറഞ്ഞ സ്ഥലം, നല്ല കുളിർന്ന അന്തരീക്ഷവും. ഒട്ടും ചൂട് അറിയുന്നതേ ഇല്ല അവിടെ. ആ വീടിനുള്ളിൽ കയറിയതും അവിടെ വെക്കാനും വിളമ്പാനുമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർ ആൻറ്റി എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി അത് അവിടെ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി. അവിടെ വെച്ചാണ് ഞാൻ ടീച്ചർ ആൻറ്റിയെ കൂടുതൽ മനസ്സിലാക്കിയത്. ഒറ്റയ്ക്കായി പോയ ടീച്ചർ ആൻറ്റിയുടെ ജീവിതത്തെക്കുറിച്ച് അന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ 2 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ ആൻറ്റി അതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷം അവിടെ അനുഭവിച്ചു എന്ന് പിന്നീട് ടീച്ചർ ആൻറ്റി എന്നോട് പറഞ്ഞു. ഞാനും അതുപോലെ തന്നെയാണ്. ആദ്യമായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ വെച്ചറിഞ്ഞു. ടീച്ചർ ആൻറ്റി എനിക്ക് അറിയിച്ചു തന്നു എന്ന് വേണം പറയാൻ. ഒപ്പം ടീച്ചർ ആൻറ്റിയുടെ ആഗ്രഹങ്ങളും എല്ലാം എന്നിലൂടെ ടീച്ചർ ആൻറ്റി സാധിച്ചെടുക്കുകയായിരുന്നു. പിന്നീടുള്ള എല്ലാ യാത്രകളിലും ടീച്ചർ ആൻറ്റി എന്നെ കൂട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നുപോയില്ലല്ലോ. അപ്പോൾ ഇതിലെ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.